Good afternoon. Good afternoon. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? Good afternoon. Good afternoon, ma'am. Good afternoon. Okay, prayer start ചെയ്തോളൂ കേട്ടോ. Prayer. സ്നേഹസ്വരൂപനാം നാഥ നീയല്ലാതാരാണാലംബം പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം സ്നേഹസ്വരൂപനാം നാഥ നീയല്ലാതാരാണാലംബം പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം. സുജിത് ഇത്ര നന്നായിട്ട് പാടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? അതൊക്കെ പണ്ട് കുറച്ച് ഓർമ്മിക്കാൻ വേണ്ടി ആരോടെങ്കിലും ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പ്രയർ പറയുമ്പോ എനിക്ക് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് വായിൽ വരും അതന്നെ വരുള്ളൂ. പിന്നെയും നോക്കി നോക്കിയിട്ടാണ് പ്രയർ പാടുന്നത്. പിന്നെ പഠിച്ചിട്ടാണ് പാടുന്നത് തന്നെ. നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. താങ്ക് യു. ഓക്കെ, സുജിത പ്രയർ പാടാറില്ലെന്ന് തോന്നുന്നു അല്ലെ? പ്രയർ ചെയ്യാറുണ്ടായിരുന്നു ക്ലാസ്സില്? ഇല്ലല്ലേ? ഇപ്പൊ വന്നതിന് ശേഷം ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട് അല്ലേ? സൈൻ ഇൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഇനി? സൈൻ ഇൻ ഇത്രയും പേര് കയറാറുള്ളൂ ക്ലാസ്സില്? കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതൽ ഉണ്ടായിരുന്നല്ലോ. അറിയില്ല, ഇപ്പൊ കുറച്ച് കുറവാണ്. 16 പേർക്ക് എന്തായാലും ഉണ്ടാവുന്നു. വരുമായിരിക്കും ചിലപ്പം. സൈൻ ഇൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? സൈൻ ഇൻ മടിയാണല്ലേ ചെയ്യാനായിട്ട്. സൈൻ ഇൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. Good afternoon, everyone. It's a great pleasure to see you all here today. First of all, thank you for giving an opportunity to welcome you all. I'm Ashmi Jason. I'm here to welcome you all for our class. First of all, I'm delighted to extend a warm welcome to a visionary leader and guiding force, our beloved teacher, Ashwati ma'am, to the new section of our class. We are so grateful for your dedication and expertise. Let's dive into this exciting topic together. Please feel free to ask questions anytime and let's make this an engaging learning session. Last but not least, I welcome you all, my dear friends, to our class. Once again, I welcome you all and look forward to a productive and fulfilling day. Thank you. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? നന്നായിരുന്നു കേട്ടോ അശ്മി. Thank you.
കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സ്കീമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിങ്ക് സ്കീം ആരെങ്കിലും ചെയ്തായിരുന്നോ? ആരും ചെയ്തിട്ടില്ല. പിങ്ക് സ്കീം, ബ്ലൂ സ്കീം, ഈ രണ്ട് സ്കീമുകളെ കുറിച്ച് പറഞ്ഞല്ലേ? രണ്ട് സ്കീം അല്ലേ പറഞ്ഞ് ഫിനിഷ് ചെയ്തത്? അല്ല, ഗ്രീനാണ് ചെയ്യാത്തത്, ബ്ലൂവും ചെയ്തു മിസ്. ബ്ലൂ ചെയ്തു, പിങ്ക് ചെയ്തു അല്ലേ? അത് രണ്ടും പറഞ്ഞു. ഇനി അടുത്തത് ഗ്രീൻ സ്കീമാണ് കേട്ടോ. ഗ്രീൻ. അപ്പൊ നിങ്ങള് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് കളറിലായിരിക്കും വരുന്നേ? ഏത് ചാർട്ട് പേപ്പറാണ് ഉപയോഗിക്കണ്ടേ? ഗ്രീൻ സ്കീം എന്ന് പറയുമ്പോ ഗ്രീൻ കളർ. കളർ. ഓക്കെ. അപ്പോ ഗ്രീൻ സ്കീം എന്ന് പറയുന്നത് തേർഡ് ലെവൽ ഓഫ് മോണ്ടിസോറി റീഡിംഗ് പ്രോഗ്രാം ആണ്. തേർഡ് ലെവലാണ്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പിങ്ക് ആണ്, സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ബ്ലൂ ആണ്, ആൻഡ് തേർഡ് ആൻഡ് ഫൈനൽ ലെവൽ ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് പ്രോഗ്രാം ഈസ് ഗ്രീൻ സ്കീം. ഓക്കെ. ഈ ഗ്രീൻ സ്കീമില് കുട്ടികൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ്. ഇതില് 2 ലെറ്റേഴ്സ് ചേർന്നിട്ട് പുതിയൊരു സൗണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. 2 ലെറ്റേഴ്സ് ചേർന്നിട്ട് പുതിയൊരു സൗണ്ട് ഉണ്ടാകുന്നു. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. തേർഡ് ലെവൽ ഓഫ് മോണ്ടിസോറി റീഡിംഗ് ഫോണറ്റിക് പ്രോഗ്രാം ഈസ് ഗ്രീൻ സ്കീം. ഇതിൽ കുട്ടികള് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് പഠിക്കുന്നു. ഇതിൽ 2 ലെറ്റേഴ്സ് ചേർന്നിട്ട് പുതിയൊരു സൗണ്ട് ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ SH. SH ചേർന്നിട്ട് ഏത് സൗണ്ടാ ഉണ്ടാവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഷ് എന്ന് പറയും നമ്മൾ അല്ലേ? ഷ് അല്ലേ? SH ആണോ? അതെ മിസ്സേ. അപ്പൊ 2 വേർഡുകൾ നമുക്ക് അതൊന്ന്, അതായത് അതിനോട് ചേർന്ന് വരുന്ന 2 വേർഡുകളും നമുക്ക് നോക്കാം. ഷ് ചേർന്ന് വരുന്ന വേർഡുകള്, ഒന്ന് ഫിഷ് ആണോ? ഫിഷ്. ഓക്കെ. മറ്റൊന്ന് ഷിപ്പ്. കറക്റ്റ് അല്ലേ? അപ്പോ SH ചേർന്ന് വരുന്ന ഒരു സൗണ്ട് ആണ് ഷ് എന്ന് പറയുന്നത്. ഈ ഷ് വെച്ച് വരുന്ന 2 വേർഡ്സ് ആണ് എന്ത്? ഒന്ന് ഫിഷും മറ്റൊന്ന് ഷിപ്പും. ഇനിയും വേർഡ്സ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇപ്പൊ 2 മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സിയും മറ്റൊന്ന് എച്ചും ആണ്. അപ്പൊ ഏതായിരിക്കും സൗണ്ട് ഉണ്ടാവുക? CH. ച് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ വേർഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ചോപ്പ് എന്ന് എടുക്കാം, 2 മച്ച് എന്ന് എടുക്കാം. 1 ഈസ് ചോപ്പ്. കിട്ടുന്നുണ്ടോ? CHOP, ചോപ്പ്. മറ്റൊന്ന് മച്ച്, MUCH, മച്ച്. ഇപ്പൊ എഴുതുന്നുണ്ട് കേട്ടോ, കേട്ടിരിക്കുക. ദെൻ അടുത്ത ലെറ്റേഴ്സ് വരുന്നത് ഒന്ന് ടിയും ഒന്ന് എച്ചും ആണ്. അപ്പൊ എങ്ങനെയാണ് ആ സൗണ്ട് വരുന്നത്? TH എന്ന് പറയുമ്പോ എന്ന് വരും അല്ലെ? അപ്പോ അതിന്റെ വേർഡ്സ് വരുന്നത് ഒന്ന് ദിസ് ആണ്, THIS, ദിസ്. മനസ്സിലായോ? THIS, ദിസ് വരും. പിന്നെ ഒന്ന് ദാറ്റ്, THAT, ദാറ്റ്. ഓക്കെ, THAT, ദാറ്റ്. ഓക്കെ. ഇനി അടുത്തത് ഡബിൾ ഇ ആണ് വരുന്നത്. ഡബിൾ ഇ ആണ് വരുന്നത്. അപ്പൊ ഈ 2 ലെറ്റർ ചേർന്നിട്ട് ഏത് സൗണ്ടാ ഉണ്ടാവുന്നേ? ഈ സൗണ്ട്. യെസ്, ഈ. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു വേർഡ് എന്ന് പറയുന്നത് സി എടുക്കാം, SEE, സി. മറ്റൊരു വേർഡ് എന്ന് പറയുന്നത് ട്രീ എടുക്കാം, TREE, ട്രീ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി അടുത്തത് AI ആണ്. AI എങ്ങനെയാണ് വായിക്കുക? A എന്നാണ് വായിക്കുക കേട്ടോ. അത് തന്നെ, അങ്ങനെയും വരും. റെയിൻ എടുക്കാം, റെയിൻ. എടുക്കാൻ പറ്റില്ലേ? റെയിൻ എടുക്കാൻ പറ്റില്ലേ? റെയിൻ. ഒന്ന് നോക്കിയാൽ ഞങ്ങള് റെയിൻ എടുക്കാൻ പറ്റും അല്ലെ? പിന്നൊന്ന് പെയിൻ എടുക്കാൻ പറ്റില്ലേ? വേർഡ് എടുക്കാൻ പറ്റില്ലേ? പെയിൻ.
AI വരുന്നില്ലേ? പിന്നെ അടുത്തത് IGH ആണ്. IGH, I എന്നാണ് പറയാ അല്ലെ? സൗണ്ട് I ആണ്. IGH എന്ന് പറയുമ്പോ I ആണ്. നിങ്ങളൊന്ന് വേർഡ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെ വരും ഈസി ആയിട്ടുള്ളത്? ലൈറ്റ് വരില്ലേ? ലൈറ്റ് വരും, നൈറ്റ് നൈറ്റ് വരും, അങ്ങനെ കുറെ വേർഡ്സ് വരും അല്ലെ? അപ്പൊ ലൈറ്റ് ആൻഡ് ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് IGH വരുന്നത്. പിന്നെ ഇത്തരം വേർഡ്സുകൾ പഠിക്കുന്നതിലൂടെ കുട്ടികളുടെ ഫ്ലുവൻസി മെച്ചപ്പെടുന്നതാണ്. പിന്നെ കൂടുതൽ വേർഡുകൾ വായിക്കാനായിട്ട് റീഡ് ചെയ്യിപ്പിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഗ്രീൻ സ്കീമിന്റെ പ്രത്യേകത. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്കിനി എഴുതാം. ഗ്രീൻ സ്കീം എന്ന ഹെഡിങ് കൊടുക്കുക കേട്ടോ. വേറെ കുറച്ച് വേർഡുകൾ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഗ്രീൻ സ്കീം എന്ന് ഹെഡിങ് കൊടുക്കുക. Third level of Montessori reading phonetic program. Third level of Montessori reading phonetic program. ടീച്ചർ നമ്മള് ഫോണറ്റിക് പ്രൊണൗൺസിയേഷൻ ശരിയല്ല. ഫോണറ്റിക് ആണോ ഫണറ്റിക് ആണോ പ്രൊണൗൺസിയേഷൻ വരിക? ഫോണറ്റിക്സ് എന്നാ പറയാ, ഫോണറ്റിക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഗ്രീൻ സ്കീമിൽ കുട്ടികൾ എഴുതിക്കോളൂ കേട്ടോ. ഗ്രീൻ സ്കീമിൽ കുട്ടികൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുക. ഗ്രീൻ സ്കീമിൽ കുട്ടികൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുക. ഇതിൽ രണ്ട് ലെറ്റേഴ്സ് ചേർന്ന് പുതിയ സൗണ്ട് ഉണ്ടാകുന്നു. ഇതിൽ രണ്ട് ലെറ്റേഴ്സ് ചേർന്ന് പുതിയ സൗണ്ട് ഉണ്ടാകുന്നു. എഴുതുക, താഴേക്ക് എഴുതുക കേട്ടോ. SH എന്ന് കൊടുത്തിട്ട് ഷ് എന്ന് ഒന്ന് ബ്രാക്കറ്റിൽ എഴുതുക. എന്നിട്ട് അതിന്റെ നേരെയായിട്ട് രണ്ട് വേർഡ്സ് എഴുതുക. ഒന്ന് ഫിഷ്, മറ്റൊന്ന് ഷിപ്പ്. SH ഷ്, ഒന്ന് ഫിഷും മറ്റൊന്ന് ഷിപ്പും. എഴുതിയോ? രണ്ടാമത്തേത് CH, ച് എന്നാണ് സൗണ്ട് വരുന്നത്. CH ച്.
അതില് രണ്ട് വേർഡ്സ് ആണ് വരുന്നത്. ഒന്ന് ചോപ്പ്, CHOP ചോപ്പ്. രണ്ടാമത്തത് മച്ച്. ഒന്ന് ചോപ്പ്, രണ്ടാമത്തത് മച്ച്. അടുത്തത് TH ആണ്. ത് എന്നാണ് സൗണ്ട് വരുന്നത്. TH, ത്. അതില് ഒന്ന് ദിസ്, മറ്റൊന്ന് ദാറ്റ്. This and that. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ ഇ ആണ് കേട്ടോ. സൗണ്ട് വരുന്നത് ഇ എന്നാണ്. ഡബിൾ ഇ സൗണ്ട് ഇ എന്നാണ് വരിക. അതിനകത്ത് വേർഡ്സ് ഒന്ന് വന്നിട്ട് സി ആണ്. SEE, സി. മറ്റൊന്ന് ട്രീ ആണ്. TREE, ട്രീ. ഇത്രയും വരെ എഴുതിയോ? ഷ്, ഛ്, ത്, ഇ. ഓക്കെ. ഇനി അടുത്തത് ലെറ്റർ വരുന്നത് AI ആണ്. AI സൗണ്ട് വരുന്നത് എ എന്നാണ്. AI, A. അതിനകത്ത് വേർഡ്സ് വരുന്നത് ഒന്ന് റെയിൻ, മറ്റൊന്ന് പെയിൻ. ഒന്ന് റെയിൻ, മറ്റൊന്ന് പെയിൻ എന്നാണ്. നെക്സ്റ്റ് IGH ആണ്. IGH എന്ന് പറയുമ്പോൾ ഐ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, സൗണ്ട് വരുന്നത്. അതിനകത്ത് വേർഡ്സ് വരുന്നത് ലൈറ്റ്, ഹൈറ്റ്. ലൈറ്റും ഹൈറ്റും ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ഒരു താഴെയായിട്ട് എഴുതുക നിങ്ങള്. ഗ്രീൻ സ്കീമിന്റെ ലക്ഷ്യം. ദ എയിം ഓഫ് ഗ്രീൻ സ്കീം എന്താണെന്ന് എഴുതുക കേട്ടോ. ഒന്നാമത്തേത് ഫ്ലുവൻസി മെച്ചപ്പെടുത്തുക. ഫ്ലുവൻസി മെച്ചപ്പെടുത്തുക. രണ്ടാമത്തത് കൂടുതൽ വേർഡ്സ് വായിക്കാൻ അവരെ ഒരുക്കുക. കൂടുതൽ വേർഡ്സ് വായിക്കാൻ കുട്ടികളെ ഒരുക്കുക. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി ഗ്രീൻ സ്കീമിൽ വരുന്ന ചില വേർഡുകൾ ഞാൻ പറഞ്ഞു തരാം. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ഞാൻ പറയുന്ന വേർഡ് എന്ന് പറയുന്നത് AE. അതായത് ഞാൻ പറയുന്ന വേർഡില് എയും ഉണ്ടാകും, അതുപോലെ തന്നെ ഇയും ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ആണ് വരിക. അപ്പോ നിങ്ങൾ ആദ്യം തന്നെ നോട്ട്ബുക്കിൽ എഴുതുക. ഇതിന് താഴെയായിട്ട് A-E എന്ന് എഴുതുക കേട്ടോ. സ്മോൾ ലെറ്റർ A ഹൈഫൺ സ്മോൾ ലെറ്റർ E.
സ്മോൾ ലെറ്റർ എ ഹൈഫൺ സ്മോൾ ലെറ്റർ ഇ. എഴുതിയോ? ഒരുമിച്ച് എഴുതണം കേട്ടോ. എ ഹൈഫൺ ഇ എന്ന് എഴുതുക. മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ ആണോ? നോക്കിയേ, ഞാനിവിടെ എഴുതിയിരിക്കുന്നേ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾ വേർഡ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും എന്താണെന്നുള്ളത്. ഞാനിപ്പോ വേർഡ്സ് വായിക്കാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ഗ്രേഡ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അതിനകത്ത് ഈ പറയുന്ന 2 ലെറ്റർ അതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഗ്രേഡ്. ചെക്ക് ചെയ്തോ? ഉണ്ടോ? ഇല്ല. എന്താ ഇല്ലാത്ത സുജിത? എന്താണ്? GRADE അല്ലേ ഗ്രേഡ്? ഗ്രേഡ്. ഇത് തൊട്ടടുത്ത് വരില്ല, ആ വേർഡുകൾ ഉണ്ടാവും, അങ്ങനെയാണ്. ആ, തൊട്ടടുത്ത് വരില്ല, വേർഡ് ഉണ്ടാകും. അതായത് ആ ലെറ്റർ ഉണ്ടാവും അവിടെ നമ്മൾ പറയുമ്പോ, അല്ലെങ്കിൽ എഴുതുമ്പോ ലെറ്റർ ഉണ്ടാവും കേട്ടോ. മനസ്സിലായില്ലേ സുജിതയ്ക്ക്? A ഹൈഫൺ ഇ ആണ് പറഞ്ഞതല്ലേ? ആ അതെ, എ ഹൈഫൺ ഇ ആണ് കേട്ടോ. ആ ലെറ്റർ ആ വേർഡിൽ ഉണ്ടാകും. എ ഹൈഫൺ ഇ ആണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഞാൻ AI എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. സോറി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗ്രേഡ് കേട്ടോ, ഗ്രേഡ് എ ഹൈഫൺ ഇ. സ്മോൾ ലെറ്ററിൽ വേണം എ ഹൈഫൺ ഇ എഴുതാൻ കേട്ടോ. അപ്പൊ ഗ്രേഡ്, ഗ്രേഡ് എന്ന് പറയുന്നത് ഗ്രീൻ സ്കീമിൽ വരുന്ന ഒരു വേർഡ് ആണ് ഗ്രേഡ്. അടുത്തത് ബെയ്റ്റ്. BAT. ചെക്ക് ചെയ്യൂ, കിട്ടാതെ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ബെയ്റ്റ്. BATE. ഉണ്ടോ? എ ഉണ്ടോ ബെയ്റ്റില്? ആ. നെക്സ്റ്റ് വേർഡ് വരുന്നത് എസ്കേപ്പ് ആണ്. എസ്കേപ്പ്. ESCAPE. എസ്കേപ്പ്. നെക്സ്റ്റ് വരുന്നത് ബ്രേക്ക് ആണ്. BRAKE. ബ്രേക്ക്. BRAKE. ബ്രേക്ക്. നെക്സ്റ്റ് വരുന്നത് ഫ്ലെയിം ആണ്. FLAME. ഫ്ലെയിം. FLAME. ഫ്ലെയിം. നെക്സ്റ്റ് വരുന്നത് ബ്രേവ് ആണ്. BRAVE. ബ്രേവ്. BRAVE. ബ്രേവ്. നെക്സ്റ്റ് വരുന്നത് ടേക്ക് ആണ്. ടേക്ക്. TAKE. ടേക്ക്. ഓക്കെ. നെക്സ്റ്റ് സ്കേറ്റ്സ് ആണ്. സ്കേറ്റ്സ്. SKATES. SKATES. സ്കേറ്റ്സ്. നെക്സ്റ്റ് വരുന്നത് ലേക്ക് ആണ്. ലേക്ക്. LAKE. ലേക്ക്. LAKE. ലേക്ക്. നെക്സ്റ്റ് വൺ ബ്ലെയിം ആണ്. BLAME. ബ്ലെയിം. BLAME. ബ്ലെയിം. എഴുതിയോ? ഒരാളൊന്ന് വായിച്ചേ. ഞാൻ പറഞ്ഞ AE തുടങ്ങുന്ന വേർഡ്സ് ഒന്ന് വായിച്ചേ. ഇപ്പൊ പറഞ്ഞ വേർഡ്സ് ഒന്ന് വായിക്കാമോ ആരെങ്കിലും? ഗ്രേഡ്, ബേറ്റ്, എസ്കേപ്പ്, ബ്രേക്ക്, ഫ്ലെയിം, ബ്രേവ്, ടേക്ക്, കേറ്റ്സ്, ലേക്ക്, ബ്ലെയിം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് AY ആണ് കേട്ടോ.
ഞാനിത് രണ്ടും മാത്രമാണ് എഴുതിയത്. ബാക്കിയൊക്കെ അതായത് കുറെ അധികം വേർഡ്സ് ഉണ്ട്, ഐ തുടങ്ങുന്നതൊക്കെ ഉണ്ട്, അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ പിന്നീട് സമയം പോലെ ഒന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇനി നോക്കിയേ, അടുത്തത് AY വരുന്നതാണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എ അല്ല സോറി, സ്മോൾ ലെറ്റർ എ ഹൈഫൺ സ്മോൾ ലെറ്റർ Y കാണുന്നുണ്ടോ? AY. അപ്പൊ നമുക്ക് ഇനി അത് എഴുതാം അല്ലെ. അപ്പൊ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ഡേ ആണ്. DAY, ഡേ. DAY, ഡേ. ഇനി അടുത്തത് ക്ലേ ആണ്. CLAY, ക്ലേ. CLAY, ക്ലേ. ഇനി മൂന്നാമത്തത് സേ ആണ്. SAY, സേ. ഇവിടെ എല്ലാരും നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും. മനസ്സിലായോ? രണ്ട് ലെറ്റേഴ്സും തൊട്ടടുത്തുണ്ടാവും. ശ്രദ്ധിച്ചില്ലേ അത്? റൈമിംഗ് വേർഡ് പോലെ ഉപയോഗിക്കാം അല്ലെ? ഇല്ലേ? പറ്റില്ലേ? റൈമിംഗ് വേർഡ്സ് ആക്കാൻ പറ്റില്ലേ? അപ്പൊ ഡേ ഉണ്ട്, ക്ലേ ഉണ്ട്, സേ. പിന്നെ അടുത്തതാണ് പ്ലേ. PLAY, പ്ലേ. PLAY, പ്ലേ. Then next one spray ആണ് കേട്ടോ. SPRAY, spray. SPRAY, spray. Then next one sway ആണ്. SWAY, sway. SWAY, sway. Then next one May ആണ്. May. MAY, May. Next one Ray ആണ്. RAY, Ray. RAY, Ray. Then next one Bay ആണ്. BAY, Bay. ഒന്ന് വായിക്കാമോ ഇപ്പൊ എഴുതിയ കാര്യങ്ങള്? ഡേ, ക്ലേ, സേ, പ്ലേ, സ്പ്രേ, സ്വേ, മേയ്, റേ, വേ. ഓക്കെ. AI തുടങ്ങിയിട്ടുള്ള വേർഡ്സ് വേണോ നിങ്ങൾക്ക്? AI, AE എഴുതി, AY എഴുതി, AI വേണോ? ആവശ്യമുണ്ടോ? വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. വേണോ വേണ്ടയോ? ആക്ടിവിറ്റി ആയിട്ട് ചെയ്താൽ കുറച്ചുകൂടെ മതി മതി. AI തുടങ്ങി ഞാൻ പറഞ്ഞു തരാം. റെയിൻ, പ്ലെയിൻ അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ എഴുതിയാൽ മതി. മതി. ഞാൻ മൂന്നാലെണ്ണം പറഞ്ഞു തരാം. AI ആണെങ്കിൽ നെയില് വരും, മെയില് വരും, മെയ്ഡ് വരും, ബ്രെയ്ഡ് വരും, ടെയില്, പെയിന്റ്, ഗെയിന്,
സ്നെയില്, ട്രെയിന്, പെയ്ഡ്. അങ്ങനെ AI വരുന്നതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അത് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്കീം. മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് സ്കീം എന്നുള്ളത്? ഫണറ്റിക് പ്രോഗ്രാം ഇഷ്ടായോ? ഇഷ്ടായി? ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ക്ലാസ്സില് ഞാൻ കഴിഞ്ഞ, അതായത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനോടനുബന്ധിച്ച് മൊഡ്യൂൾ 3 എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടാവും മൊഡ്യൂൾ 3? മൊഡ്യൂൾ 3 എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ മൊഡ്യൂൾ 3-യിലെ? ഇല്ല, എന്ത് മൊഡ്യൂൾ 3 എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പ്രാക്ടിക്കലിനോടനുബന്ധിച്ച്? അറിയില്ലട്ടോ. വേറെ ആരെങ്കിലും പറയട്ടെ, എനിക്ക് ഓർമ്മയില്ല. മൊഡ്യൂൾ നമ്മൾ ആ 3 ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയല്ലോ. പറഞ്ഞോളൂ, അശ്മി പറയൂ. അല്ല, ജിഷ മാം ഒരു ദിവസം നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 3 പ്രാക്ടിക്കലിന് മുമ്പ് ഒരു 2 മണിക്കൂറോളം ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റത്തെ ചാപ്റ്റർ ഒക്കെ ജസ്റ്റ് സെൻസ് ജിഷ മാം അങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 3. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ? പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ വേറെ ക്ലാസ്സിനാണോ കൊടുത്തത്? ഒരു സെക്കൻഡ്, ഞാനൊന്ന് PDF ഇട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ പാർട്ട് പറഞ്ഞു തന്നിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പറഞ്ഞു തന്നിട്ടില്ല? മിസ്സേ, എനിക്ക് എല്ലാവരുടെയും അറിയില്ല. ഞാൻ ഇവിടെ ടെക്സ്റ്റിൽ കുറച്ച് അടയാളപ്പെടുത്തി എഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് ആ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല. ഈ ഒരു 3rd മൊഡ്യൂൾ എടുക്കുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് എടുത്തില്ല. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് പേജിൽ ഇതിന്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ടെന്നാണ്. അതല്ലേ, മാം എടുത്തിട്ടുണ്ട്. അശ്വതി മിസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ പിന്നെ ജിഷ മിസ്സിന്റെ കൂടി ക്ലാസ് ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ തുടങ്ങിക്കുമ്പോൾ ഒരു ദിവസം രാത്രി വേറെ ഡീറ്റെയിൽ ആയിട്ട് ജിഷ മിസ്സിന്റെ ഉണ്ടായിരുന്നു 2 hours. അതും ഉണ്ടായിരുന്നു. ഇത് മിസ്സും എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഇതിനകത്ത് കുറെ അധികം ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പിന്നീട് ഈ പേജ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയായിരുന്നോ? ഇല്ല, കണ്ടോ? ആക്ടിവിറ്റീസ് കണ്ടോ? ഹെഡിങ് നോക്കിയേ, അൺറോളിങ് ആൻഡ് റോളിങ് എ മാച്ച്. പിന്നെ അതുപോലെ തന്നെ സ്പൂണിങ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ പോറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോറിങ് വാട്ടർ ഫ്രം ജഗ് ടു 3 അൺഈക്വൽ കണ്ടെയ്നേഴ്സ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ വെറ്റ് പോറിംഗ് എന്ന് പറയുന്ന പോറിംഗ് വാട്ടർ ഫ്രം ജെറ്റ് ടു എ ബോട്ടിൽ യൂസിംഗ് വിത്ത് എ ഫണൽ, ആ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാപ്കിൻ, അതായത് നമ്മുടെ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് ഓഫ് നാപ്കിൻ എന്ന് പറഞ്ഞിട്ട് നാപ്കിൻ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ് ഓഫ് ബോട്ടിൽ ക്യാപ്സ്, നമ്മുടെ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ, ജാറൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അടപ്പ്, അതായത് അതിന്റെ മൂടി ഉണ്ടല്ലോ, അതിന്റെ വായുഭാഗം, അതെങ്ങനെ തുറക്കാം, അതങ്ങനെ അടക്കാം, ആ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ പോളിഷിംഗ് മിറർ, അതായത് കണ്ണാടി എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ആ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ടിംഗ് എന്ന് പറയുന്ന ഏരിയയില് കട്ടിങ് എ ക്യാരറ്റ്, ഒരു ക്യാരറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ആ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. മാം ഇതൊക്കെ ജസ്റ്റ് മാം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ലൈവായിട്ട് ചെയ്യുക, അതാണ് പറയാൻ വന്നത്. ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ പേര് പറയാ, ഒരു 5 ആക്ടിവിറ്റി എനിക്ക് തോന്നുന്നു, 5-6 ആക്ടിവിറ്റി ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത ക്ലാസ്സിൽ. ഒന്ന് പേര് പറയാ, ആക്ടിവിറ്റിയുടെ ഏതാണ് ആക്ടിവിറ്റി ചെയ്യുന്നതെന്നൊന്നും പറയാം. ഞാനിത് നമ്മുടെ MT1 MT3 ബാച്ചിനൊക്കെ അവരെല്ലാ ആക്ടിവിറ്റി, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ടിങ് ക്യാരറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോളിഷിംഗ് മിറർ ലൈവായിട്ട് എല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇതൊന്ന്, അതായത് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും, അതുകൊണ്ടാണ് ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കുന്നത്. വീഡിയോ വേണ്ട, വീഡിയോ പിന്നെ നിങ്ങൾ സൗകര്യാർത്ഥം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പിന്നീട് എപ്പോഴെങ്കിലും വീഡിയോ എടുത്താൽ മതി. ഇതൊന്ന് അടുത്ത ക്ലാസ്സിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആരൊക്കെയാണ്? പേര് പറയൂ കേട്ടോ, ഞാൻ എഴുതി വെക്കാം. നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് മൺഡേ വരൂ കേട്ടോ. ഓക്കെ, ഞാന് ഡ്രൈ പോറിംഗ് ചെയ്യാം. ഡ്രൈ പോറിംഗ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഡ്രൈ പോറിംഗ് ബീൻസ് ഫ്രം ജഗ് ടു ജഗ്. ഞാൻ സൗമ്യ, കട്ടിങ് ക്യാരറ്റ്. ഒരു മിനിറ്റ് സൗമ്യ, ഞാനൊന്ന് എഴുതി വെച്ചോട്ടെ. ഡ്രൈ പോറിംഗ് ഏതാണ് ചെയ്യുന്നത്? ജഗ് ആണോ? ജഗ്ഗിൽ നിന്ന് പകർത്തുന്നതാണോ? അതാണോ ചെയ്യുന്നത്? ബീൻസ് ഫ്രം ജഗ് ടു ജഗ്. ഓക്കെ. പിന്നെ അടുത്തത് സൗമ്യ. കട്ടിങ് ക്യാരറ്റും മിറർ പോളിഷിംഗ്. കട്ടിങ് ക്യാരറ്റ്, പിന്നെ മിറർ പോളിഷിംഗ്. മിറർ പോളിഷിംഗ്. ഓക്കെ. പിന്നെ ആള് മുന്നോട്ട് വരികയായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട്. 2 പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും ആളുകൾ ആവശ്യമാണ്. Opening and closing, screwing and unscrewing of bottle. ഓക്കെ, ആഷ്മി മോൾ അല്ലേ? ഓക്കെ. പിന്നെ ശ്രുതി, സബന, സാദിഖ്, അജിത അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്, അവരെന്നോട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സ്കൂളിലായിരിക്കും മിക്കവാറും. പോക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് 2 ദിവസം കൊണ്ട് പോവാതിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സബന, സാദിഖ്. ക്ലാസ്സിൽ കയറുന്ന ഉറപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ മാറ്റ് ഹോൾഡ് ചെയ്യുന്നത്. റോളിംഗ് ആൻഡ് അൺറോളിംഗ് മാറ്റ് അല്ലേ? യെസ്. ഓക്കെ. പിന്നെ അജിത. നൂർഷ മുംതാസ്. മിസ്സേ, ഞാൻ ക്ലാസ് കേട്ടിട്ടില്ല, എനിക്ക് അതുകൊണ്ട് ഇത് എന്തോ മനസ്സിലായി.
ക്ലാസ്സിൽ ഇതുവരെ കയറിയിട്ടില്ല. അല്ല ഈ ആക്ടിവിറ്റി പറഞ്ഞപ്പോഴുള്ള ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് ആക്ടിവിറ്റി ജസ്റ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. അതുപോലെ ചെയ്താൽ മതി. പിന്നെ ഈ ഞാൻ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പേജിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള സാധനങ്ങൾ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ അതുകൊണ്ട് പറയാവണ്ട. നിങ്ങളുടെ കൈവശം എന്താണുള്ളത്, നിങ്ങളുടെ വീട്ടിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മള് വേറെ ഇതിന് വേണ്ടിയിട്ടൊന്നും ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞത് മനസ്സിലായോ? പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ പറയാം. പേജ് നമ്പർ എന്ന് പറയാൻ പറ്റില്ല. അതായത് താഴേക്ക് കുറെ ഉണ്ട്. ഒരു 5-6 പേജ് കഴിയുമ്പോ പിന്നെ ആക്ടിവിറ്റിയാണ് പറയുന്നത്. 24, 25, 26 ഇതൊക്കെ ആക്ടിവിറ്റിയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ അതിന്ന് സെലക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാല്. രജീഷ് രാജൻ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ? മിസ്സേ ഡ്യൂട്ടിയുടെ ഇടയിലാണ്, ജോലിയുണ്ട്. ഓക്കെ. അമീഷ സുൽത്താന രചന ഇല്ലേ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ? മിസ് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ക്ലാസ്സിൽ കയറില്ല ദിവസം, അടുത്ത ആഴ്ച ഉണ്ടാവില്ല. അടുത്ത ആഴ്ച ഉണ്ടാവില്ല. സോറി മിസ്. ഓക്കെ. അപ്പൊ 4 പേരാണ് ആക്ടിവിറ്റി ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. 4 പേരാണ് കേട്ടോ. 4 പേര് റെഡി ആയിട്ട് വരില്ലേ ചെയ്യാനായിട്ട്? ഓക്കെ. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഞാനാണ് എടുത്തത്, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓർമ്മയുണ്ടോ? ആണ്. നമുക്ക് ഇനി എക്സാമിന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് പോകാം കേട്ടോ. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. തുടങ്ങാം. ഇന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലും കൂടി ഞാനത് പറഞ്ഞുതരാം കേട്ടോ. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്സില് ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. Okay, it is the duty of all the individuals to care for and maintain a happy. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഓക്കെ. അപ്പൊ ആ ഒരു പാരഗ്രാഫ് ഒന്ന് നിങ്ങളൊന്ന് അവിടെ ഒന്ന് റൗണ്ട് ചെയ്തിടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, അതിനകത്ത് സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, എജിലിറ്റി, കോർഡിനേഷൻ. ഇതിനെ ഷോർട്ട് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇതിനകത്ത് 3 തരമാണ് ഉള്ളത്. ഒന്ന് ഹെൽത്ത് റിലേറ്റഡ്, പിന്നെ സ്കിൽ റിലേറ്റഡ്, കോസ്മെറ്റിക് ഫിറ്റ്നസ്. അപ്പൊ അതിന്റെ 3ന്റെയും ഷോർട്ട് ഫോമുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് അതിൽ നിന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ.
ക്ലിയർ ആവല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് ഓപ്ഷൻ ടൈപ്പ് തന്നെയല്ലേ എക്സാമിന് വരും മാം? എന്താണ്? ഓപ്ഷൻ ടൈപ്പ് തന്നെയല്ലേ വരുന്നത്? അതെ അതെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഞാൻ എടുത്ത ചാപ്റ്റർ ഹെൽത്ത് കെയർ ആണ് അല്ലേ? ഹെൽത്ത് കെയറില് നമ്മള് ഇമ്മ്യൂണൈസേഷൻ തുടങ്ങിയിട്ട്, അതായത് ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്, ആ ഒരു പാരഗ്രാഫ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പോളിയോ മൈലറ്റിസിന്റെ പേര് ചോദിക്കാം. പോളിയോ മൈലറ്റിസ് ഇസ് ഓൾസോ നോൺ ആസ് ഇൻഫാന്റൽ പാരാലിസിസ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? പോളിയോ മൈലറ്റിസിന്റെ മറ്റൊരു പേരെന്താ? ഇൻഫാന്റൽ പാരാലിസിസ് എന്നല്ലേ? അപ്പൊ അങ്ങനെയും ചോദ്യം വരാം. പിന്നെ അതുപോലെ തന്നെ DPTയുടെ ഷോർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം. 6th വീക്ക്, 10th വീക്ക് ആൻഡ് 14th വീക്ക്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ MMR, അതായത് മീസിൽസ്, മംസ്, റുബല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഫോമിൽ ചിലപ്പോൾ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ റുബല്ല ഈസ് ഓൾസോ നോൺ ആസ് ജർമ്മൻ മീസിൽസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ടേബിള് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതായത് ECG കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ട്യൂബർകുലോസിസ് TB. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ജോണ്ടിസ് അറ്റ് 0 to 1. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹെൽത്ത് ചെക്കപ്പിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. എന്തൊക്കെയാണ് ഹെൽത്ത് ചെക്കപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതായത് ചൈൽഡിന്റെ അപ്പിയറൻസ്, ബോഡി സ്ട്രക്ചർ, പൾസ് റെക്കോർഡിങ്, ടെമ്പറേച്ചർ മെഷർമെന്റ്, ഹൈറ്റ്, വെയിറ്റ്, റെസ്പിറേറ്ററി വെയിറ്റ്, ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. പിന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സിൽ സോറി അത് വേണ്ട. ഡയറ്ററി റിക്വയർമെന്റ്സിൽ നോക്കിയാൽ നിങ്ങള് വിറ്റാമിൻ A, B, C ആൻഡ് D അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം വൈറ്റമിൻ എയിൽ പെടുന്ന വെജിറ്റബിൾ ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. പിന്നെ എനർജി എത്രയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അത് വേണ്ട, കുഴപ്പമില്ല, അത് വേണ്ട, അത് ഒഴിവാക്കിയേക്ക്. അത് അങ്ങനെയുള്ളത് ചോദിക്കില്ല, സോറി. അതായത് വൈറ്റമിൻ A, B, C ആൻഡ് D. അപ്പൊ അങ്ങനെയുള്ള വെജിറ്റബിൾസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകും. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിപ്പിക്കേണ്ടത്? അവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ഷുഡ് നെവർ ബി ഫോഴ്സ്ഡ് ടു ഈറ്റ്. കുട്ടികളെ നമ്മൾ നിർബന്ധിച്ചിട്ടാണോ ഭക്ഷണം കൊടുക്കേണ്ടത് കുട്ടികൾക്ക്? അല്ല, അല്ല, നിർബന്ധിച്ചിട്ടല്ല അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഈ പാർട്ട് 1 ഈ 2 ചാപ്റ്റർ മാത്രമല്ല ഞാൻ എടുത്തിട്ടുള്ളൂ. ഹെൽത്ത് കെയറും മോഡേൺ കൺസെപ്റ്റും അറിയില്ല അല്ലേ? മറന്നുപോയല്ലേ? അത് മാത്രമേ എടുത്തിട്ടുള്ളൂ മാം. അത് മാത്രം എടുത്തിട്ടുള്ളൂ അല്ലെ? പിന്നെ പാർട്ട് 2 വരുമ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെ? ഡിഫൻസ് മെക്കാനിസം. ലാംഗ്വേജ് ഡെവലപ്മെന്റും ഡിഫൻസ് മെക്കാനിസവും.
ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഫസ്റ്റ് തന്നെ നോക്കി നിങ്ങള്. ഡാഷ് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീയിങ് ഫ്രം അതർ അനിമൽസ്. എന്താണ് ഡാഷ്? ലാംഗ്വേജ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കുട്ടി ആദ്യം, അതായത് ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലൂടെയാ. ജനിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പിന്നെ കൂയിങ് എന്ന് പറയുന്ന പ്രോസസ് എന്താണെന്ന് ചോദിക്കാം. കൂയിങ് എന്ന് പറഞ്ഞാൽ ദ ചൈൽഡ് പ്രൊഡ്യൂസസ് സൗണ്ട് ഫ്രം ഹിസ് ത്രോട്ട്. അവന്റെ തൊണ്ടയിൽ നിന്ന് ചെറിയ ചെറിയ മൂളക്കങ്ങൾ അല്ലെങ്കിൽ ഞരക്കങ്ങളെയാണ് ഈ കൂയിങ് സൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ബാബ്ലിംഗ് എന്താണെന്ന് ചോദിക്കാം. ബാബ്ലിംഗ് എന്താണ്? കമ്പൈൻസ് എ വോവൽ ആൻഡ് കൺസണന്റ് സൗണ്ട് ആൻഡ് റിപ്പീറ്റ്സ് കണ്ടിന്യൂസ്ലി ബാ ബാ ബാ. അതായത് ബാബ്ലിംഗ് എന്നത് കൊണ്ട് വാട്ട് ഈസ് മീൻ ബൈ ബാബ്ലിംഗ് എന്ന് ചോദിച്ചാല് കമ്പൈൻസ് എ വോവൽ ആൻഡ് കൺസണന്റ് സൗണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ്, അതായത് ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാട്ടോ. കുഞ്ഞിന്റെ ഫസ്റ്റ് മീനിങ് ഫുൾ വേർഡ് എന്താണ്? മാപ്പായല്ലേ? ആണോ? മാപ്പായാണോ? യെസ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ്, അല്ലെങ്കിൽ എനി ലാംഗ്വേജസ് ലേണിംഗ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. എന്തൊക്കെയാണ്? അതായത് ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ഇതൊക്കെ എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. പിന്നെ 3 വയസ്സായ കുഞ്ഞിന്റെയും 6 വയസ്സായ കുഞ്ഞിന്റെയും ലാംഗ്വേജ് ഡെവലപ്മെന്റ്, എത്ര വൊക്കാബുലറി ആണ് അവർ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാരഗ്രാഫിൽ കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അതിനകത്ത് ഗെയിമിംഗ് ഉണ്ട്, ചൈനീസ് വിസ്പർ, സൈമൺ സേസ് മുതലായിട്ടുള്ള ഗെയിമുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ബർത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ആബ്സെന്റ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാബ്ലിംഗ് സ്റ്റേജ് ആരംഭിക്കുന്നത് 28 വീക്സിലാണ്, കുട്ടിക്ക് 28 ആഴ്ച പ്രായമുള്ള സമയത്ത്. പിന്നെ 52 ആഴ്ച സമയം, ആ ഒരു സമയത്ത് കുട്ടി 2ഓ അതിലധികമോ വേർഡ്സുകൾ പറയുന്നു. പിന്നെ 18 മാസം ഉള്ളപ്പോൾ അതായത് ബേസിക് സെന്റൻസ് പാറ്റേൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നു, വേർഡ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട്. പിന്നെ അതുപോലെ അപ്പൊ ഈ ഒരു കാര്യം, അതായത് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഈ ഒരു കാര്യം, അതായത് ഈ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പോകുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഏതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്? ആദ്യത്തെ ഭാഗം ഇത്, അതായത് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ദെൻ ഫസ്റ്റ് യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ ഭാഗം കേട്ടോ. വൊക്കാബുലറി എത്രയാണ്, വേർഡ്സ് എത്രയാണ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഡിഫൻസ് മെക്കാനിസവും പാർട്ട് 4ഉം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നെക്സ്റ്റ് മൺഡേ, അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയും ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? വൈവയുടെ മുന്നായിട്ട് അല്ല, സെക്കൻഡ് ടൈം എക്സാമിന്റെ മുന്നായിട്ട് നമുക്ക് വൈവ ഉണ്ടാവോ? സെക്കൻഡ് ടൈം എക്സാമിന് ഡിസംബർ 2-ന്. കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയില്ല കേട്ടോ എനിക്ക് എങ്ങനെയാണെന്നുള്ളത്. ടൈം എക്സാം കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിനൊക്കെ മുമ്പായിട്ടാണ് വൈവ ഉണ്ടാവുന്നത്. ഒരുവിധം എല്ലാരും വൈവേക്കായിട്ടുള്ള ഓടലാണ്. കാരണം ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യല്, വർക്ക് കാര്യങ്ങള്, റെക്കോർഡ് വർക്കൊക്കെ. അപ്പൊ 2-നല്ല, ഡിസംബർ 2-നല്ല നമുക്ക് എക്സാം വരുന്നത്. അതെ, ടൈം എക്സാം കഴിഞ്ഞിട്ടാണ് വൈവ ഉണ്ടാവുക. അധികം സമയമില്ലല്ലോ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട്. ക്ലാസ് അടുത്ത വീക്കിലല്ലേ കഴിയുള്ളൂ. പിന്നെ അപ്പൊ തന്നെ എക്സാം ആവും, പിന്നെ വൈവ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അതിന് മുമ്പ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്കിപ്പോ വൈവക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആക്കുക, അസൈൻമെന്റുകൾ കംപ്ലീറ്റ് ആക്കുക. മാം, നമുക്ക് ഫൈനൽ എക്സാം കഴിഞ്ഞിട്ടേ വൈവ ഉണ്ടാവത്തുള്ളൂ? ഫൈനൽ എക്സാം അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല മോളെ, എപ്പോഴാണെന്നുള്ളത് ഡേറ്റ് ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ടില്ല. അത് ഓഫീസിൽ നിന്നാണ് ഇൻഫോർമേഷൻ വരുന്നത്. മെയിൻ എക്സാമിന് മുമ്പായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട്. ഒരു ബാച്ചിന്റെ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റിന് ഇനി മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ.
മാർക്ക് കിട്ടിയിട്ടില്ല. ഇല്ല, വൈവയുടെ സ്ലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യരുത് എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെച്ചെങ്കിൽ മെയിൻ എക്സാം അല്ലെങ്കിൽ ടേം എക്സാം കഴിഞ്ഞതും എങ്ങനെയാവോ അറിയില്ല, വൈവ ഉണ്ടാവോ എന്തോ ആവോ. നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേഷൻ വരും, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുക. ജിഷാമ്മ പറഞ്ഞായിരുന്നു ഇനി നമ്മുടെ ചെക്ക് ചെയ്യാത്ത അസൈൻമെന്റുകള് വൈവേ ടൈമിൽ അങ്ങനെ കിട്ടാത്തത് പറഞ്ഞിട്ട് അത് അന്നേരം കാണിച്ചാൽ മതി എന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ മതിയാവും കേട്ടോ. വൈവ ടൈമിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്, എന്താണ് ടോപ്പിക് എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ റെക്കോർഡ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അസൈൻമെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത്. വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ല മിസ്. എനിക്ക് ജോലിയുണ്ട്, അപ്പം ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ട് ക്ലാസ്സിനൊന്നും കയറാറില്ലായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ പെൻഡിങ് ആണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എക്സാമിന് പഠിക്കണോ അത് കഴിഞ്ഞിട്ടേക്കെ ഉള്ളൂ. വർക്കുകളൊക്കെ കുറെ കംപ്ലീറ്റ് ആണ്. സമയമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഓഫീസിലൊന്ന് വിളിച്ചു ചോദിക്കും കേട്ടോ, അത് കൺഫേം ചെയ്യും കറക്റ്റ് ആയിട്ട്. ഓക്കെ, അതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, 2-ാം തീയതി ആയതുകൊണ്ട് നമുക്ക് അധികം സമയമില്ലല്ലോ, അടുത്ത ആഴ്ച മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ ക്ലാസ് തീരുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് ഓഫീസിൽ വിളിച്ചിട്ടൊന്ന് കൺഫേം ചെയ്യുക, അവരോട് ചോദിക്കൂട്ടെ കറക്റ്റ് ആയിട്ട്. അപ്പൊ വർക്കുകളും മറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. PG സ്റ്റുഡൻസ് ആണെങ്കിൽ സെമിനാറുകൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വൈവ എടുക്കുന്ന ടീച്ചറെ ഒന്ന് ഇൻഫോം ചെയ്യുക. സെമിനാർ എടുക്കാത്തവരാണെങ്കിൽ ആ സമയത്ത് അതൊന്ന് പ്രസന്റ് ചെയ്യുക, പ്രിപ്പയർ ചെയ്തിരിക്കുക കേട്ടോ. അതിനൊക്കെ മാർക്ക് കിട്ടും നിങ്ങൾക്ക്. സെമിനാറിന്റെ കാര്യമില്ലേ, ക്ലാസ്സിൽ ഇപ്പൊ ഈ ഞാൻ ക്ലാസ് അല്ലാതെ കേൾക്കുമ്പോ ഈ സെമിനാർ ചെയ്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലേതെങ്കിലും സബ്ജക്ട് ആയിരിക്കും, അതിലേതെങ്കിലും ഒരു വിഷയം ആയിരിക്കും നമുക്ക് വൈവേ ടൈമിലും ചെയ്യേണ്ടി വരുന്നത്? വൈവേ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് എടുത്തിട്ട് നിങ്ങൾ അത് ചെയ്താൽ മതി. അല്ലാണ്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് നിർബന്ധം കമ്പൽ ചെയ്ത് പറയിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട് അതിനെ കുറിച്ച് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ബ്രീഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ പേടിയും ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ടീച്ചേഴ്സ് വൈവ എടുക്കുന്നത്. ആ സമയത്ത് പേടിയില്ലാതിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വൈവക്ക് നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.